ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീതൂസ് ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന്. അതായത് ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ബേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ബേസ് വെച്ച് തന്നെ പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പപ്സിൻ്റെ ബേസ്. ആദ്യമായിട്ട് അതിന് മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. പപ്സിൻ്റെ ബേസ് ആവശ്യമുണ്ട്, 2 പഴം ആവശ്യമുണ്ട്, ന്യൂട്ടെല്ല ചോക്ലേറ്റ്, നമ്മൾ ബ്രെഡിൽ തൂത്ത് കഴിക്കുന്ന ന്യൂട്ടെല്ല അത് വേണം. ഇത്ര സാധനം മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കുക്കിംഗ് റേഞ്ചിൻ്റെ അകത്ത് 190 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ്സ് ഇത് റെഡിയാക്കാൻ വെക്കണം. നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പഴം ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത പഴം എടുത്ത് ഇതുപോലെ തന്നെ അരിയാം. 2 പഴം വേണേ. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ബേസ് ഇങ്ങനെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്ന ബേസാണ്, അത് ഞാൻ നേരെ നിവർത്തി ഈ ട്രെയിലാക്കി. ഇനി നമുക്കിതിലേക്ക് നട്ടെല്ല നാട്ടിലെല്ലാം കിട്ടുമല്ലോ, ഇതൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാമേ. നുക്റ്റെല്ലാം ഞാൻ ഇതിൽ തൂത്തു. ഇനി നമുക്കിതില്ലാതെ പുറത്ത് പഴം എടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരയാം. ഇതിൽ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വരയാം. അങ്ങനെ വരയാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് നോക്കാം. ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ മുടി 1000 പിന്നിൽ പിന്നുന്ന പോലെ. ഫ്രണ്ടിലും വാൽഭാഗത്തും ഇരിക്കുന്ന 2 പോർഷനും ഇനി ഇങ്ങോട്ടൊന്ന് മടക്കാം. താഴെ ഭാഗവും അതുപോലെ തന്നെ അകത്തോട്ട് മടക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് 190 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റഡ് അവനിനകത്ത് 25 മിനിറ്റ്സോളം വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഒന്ന് നല്ല മെറൂൺ കളറിൽ വരാൻ വേണ്ടിയിട്ട്, മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ടയൊന്ന് അടിച്ച് അതിൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞു, 25 മിനിറ്റോളം കഴിഞ്ഞു. നമുക്കതൊന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. നമുക്ക് ഈ ചോക്ലേറ്റ് ബനാന ഫിൽഡ് പേസ്ട്രി പോലത്തെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാമേ. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു പീസ്.
ഇവിടുത്തെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരം ചോക്ലേറ്റ് ഉണ്ട്, ബനാനയുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു പീസ് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണ്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ബനാനയുടെ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഇടാൻ മറക്കരുതേ. അടുത്ത ഒരു പുതിയ റെസിപ്പിയായി വരുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.